Nohas News is brought to you by Nohas Flora, കൊട്ടയാടുകവല, ആലക്കോട്. ചെറുപുഴ പഞ്ചായത്തിലെ 10-ാം വാർഡിൽ പട്ടത്തുവയൽ എന്ന സ്ഥലത്ത് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന പന്നി ഫാം ജനജീവിതം ദുസ്സഹമാക്കുന്നതായും ഇതുടൻ അടച്ചുപൂട്ടണമെന്നും ആവശ്യം. കുഴിമണ്ണിൽ സാബു കുര്യാക്കോസ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള പന്നി ഫാമിനെതിരെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കുടിവെള്ള സ്രോതസ്സുകൾ മലിനമാകുന്നതായും ഫാമിൽ നിന്നുള്ള അസഹനീയ ദുർഗന്ധം കാരണം പരിസരവാസികൾക്ക് വീട്ടിലിരിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണെന്നും ആരോപിക്കുന്നു. ദുർഗന്ധം മൂലം കുട്ടികൾക്കും മുതിർന്നവർക്കും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളും പകർച്ചവ്യാധി ഭീഷണിയും നിലനിൽക്കുകയാണ്. യാതൊരുവിധ പഞ്ചായത്ത് ലൈസൻസോ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതിയോ ഇല്ലാതെയാണ് ഫാം പ്രവർത്തിക്കുന്നത്. 60ഓളം പന്നികളെ വളർത്തുന്ന ഫാമിൽ ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണ സംവിധാനങ്ങളില്ല. ഇത് സമീപത്തെ ജലാശയങ്ങളെയും പരിസരത്തെയും ഗുരുതരമായി ബാധിക്കുന്നു. ഇതിനു മുൻപും പലതവണ അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടും അതെല്ലാം അവഗണിച്ചുകൊണ്ട് ഫാം തുടർന്നും നടത്തിക്കൊണ്ടുപോവുകയാണ്. 2023 സെപ്റ്റംബർ മാസം തന്നെ പഞ്ചായത്ത് അധികൃതർ ഫാമിന് നോട്ടീസ് നൽകിയിരുന്നെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ലെന്നും പിഴയടച്ച് പ്രവർത്തനം തുടരാനാണ് ഉടമ ശ്രമിക്കുന്നത്. ആരോഗ്യവകുപ്പ് അധികൃതർ സ്ഥലപരിശോധന നടത്തി ഫാം അടച്ചുപൂട്ടാൻ ശുപാർശ നൽകിയിട്ടും ഉടമ അത് അനുസരിക്കാൻ തയ്യാറായിട്ടില്ല. പഞ്ചായത്ത് സെക്രട്ടറി അടക്കം കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതിന് ഉടമയെ റിമാൻഡ് ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ലളിത ബാബു, പ്രവീൺ ഗേഡി, ലീന വില്യം, വാർഡ് മെമ്പർ TP ചന്ദ്രൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് 10-ാം വാർഡ് കോഴിച്ചാൽ വാർഡ് പട്ടത്തുവയൽ എന്ന സ്ഥലത്ത് സാബു കുര്യാക്കോസ് കുഴിമണ്ണിൽ എന്ന വ്യക്തിയുടെ പന്നി ഫാമുമായിട്ട് ബന്ധപ്പെട്ട് ആ പ്രദേശത്തെ ആ വാർഡിലെ ജനങ്ങളുടെയും അതുകൂടാതെ ആ പ്രദേശത്തെ വാർഡ് മെമ്പറുടെയും കൂടെ പരാതിന്മേൽ കഴിഞ്ഞ ഭരണസമിതി യോഗത്തിൽ ആ വിഷയം ചർച്ച ചെയ്യുകയും ഭരണസമിതി ആ വിഷയം പഠിച്ച് റിപ്പോർട്ട് നൽകാൻ വേണ്ടി ഒരു സബ് കമ്മിറ്റിയെ നിയോഗിക്കുകയും ചെയ്തു. സബ് കമ്മിറ്റിയെ നിയോഗിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ തന്നെ 2023 തന്നെ പഞ്ചായത്തിൻ്റെ അസിസ്റ്റൻറ്റ് സെക്രട്ടറി ശ്രീമതി രമാദേവി ആ വിഷയം അത്തരമൊരു പരാതി മുൻ ഭരണസമിതി കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നപ്പോൾ തന്നെ പഠിക്കുകയും അത്തരം പന്നി ഫാമുകൾ അടച്ചുപൂട്ടണമെന്ന് രേഖാമൂലം സാബു കുര്യാക്കോസ് എന്ന വ്യക്തിക്ക് കത്ത് കൊടുക്കുകയും ചെയ്തതാണ്. അതുകൂടാതെ തന്നെ ഫാം നടത്തുന്നതിന് മുമ്പോട്ട് പോയപ്പോൾ ആ നിയമാനുസൃതമായ നടപടികൾ ഫൈനടക്കം നടപടി എടുത്തുകൊണ്ട് വീണ്ടും അത് അടച്ചുപൂട്ടണം എന്ന രീതിയിൽ കത്ത് കൊടുക്കുകയും നോട്ടീസ് കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ 3 വർഷം കഴിഞ്ഞിട്ടും നാളിതുവരെയായിട്ട് അതിനൊരു നടപടിയോ അതിനകത്ത് വേണ്ട മാറ്റങ്ങൾ വരുത്തുവാനോ ഈ സാബു കുര്യാക്കോസ് എന്ന് പറയുന്ന വ്യക്തി തയ്യാറായിട്ടില്ല. അതിനുശേഷം വീണ്ടും കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് തന്നെ 2023 ശേഷം വീണ്ടും പരാതികൾ ലഭിക്കുകയും ആരോഗ്യ വിഭാഗവും അതിൻ്റെ നടപടിയെടുക്കുകയും അതിന് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തണമെന്നും പകർച്ചവ്യാധി അടക്കമുള്ള പ്രശ്നങ്ങൾ ആ ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. ശാസ്ത്രീയമായ അല്ലാത്ത രീതിയിൽ ഇതിന് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നതിൻ്റെ ഭാഗമായിട്ട് പകർച്ചവ്യാധി പോലുള്ള മാരകമായ അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ട് നൽകുകയും ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഈ ഫാം ഉടമയ്ക്ക് കത്ത് കൊടുക്കുകയും ചെയ്തു. അതുകൂടാതെ തന്നെ കഴിഞ്ഞ വർഷം ജില്ലാ കളക്ടർ തന്നെ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അടച്ചുപൂട്ടണമെന്നുള്ള നോട്ടീസ് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ നിരവധിയായിട്ടുള്ള നിയമലംഘനങ്ങൾ നടത്തിയിട്ടും ബന്ധപ്പെട്ട അധികാരികളെല്ലാം വീണ്ടും ഈ ഫാമിനെതിരെ ആക്ഷൻ എടുക്കണമെന്ന് അദ്ദേഹത്തിനോട് വേണ്ട മാറ്റങ്ങൾ വരുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടും അതിലൊരു മാറ്റവും വരുത്താൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ഈ പുതിയ ഭരണസമിതി നിലയിൽ വന്നതിന് ശേഷം ആ പ്രദേശത്തെ ജനങ്ങളൊന്നാകെ കൂടി ഒരു അപേക്ഷ പഞ്ചായത്തിൻ്റെ മുമ്പിലോട്ട് വീണ്ടും പരാതി നൽകുകയും പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഉൾപ്പെടെ ആ വാർഡിലെ ജനപ്രതിനിധി ശ്രീ റോഷി ജോസ് ഉൾപ്പെടെയുള്ള ആൾക്കാർ അതിനെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി വിഷയം ചർച്ച ചെയ്തു. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെ ആരോഗ്യ വിഭാഗത്തിൻ്റെ HI ഉൾപ്പെടെ പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെ ഒരു സബ് കമ്മിറ്റീനെ നിയോഗിക്കുകയും സബ് കമ്മിറ്റി ആ വിഷയം പഠിക്കാൻ വേണ്ടി പ്രസ്തുത സ്ഥലത്ത് പന്നി ഫാം സാബു കുര്യാക്കോസ് എന്ന വ്യക്തിയുടെ പന്നി ഫാം സന്ദർശിക്കുകയും ചെയ്തു. പക്ഷേ ആ പന്നി ഫാം സന്ദർശിച്ചപ്പോൾ വളരെ ദൗർഭാഗ്യകരമെന്ന നിലയിൽ
ആ വിഷയം സംസാരിക്കാൻ എന്തൊക്കെയാണ് പരാതിയുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കാൻ പോയപ്പോൾ ഇന്ന വിഷയങ്ങളുണ്ട് എന്ന് സംസാരിക്കാൻ പോയപ്പോൾ അദ്ദേഹം ഒരു രീതിയിലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു അറ്റാക്ക് ചെയ്യുകയാണ്. പ്രത്യേകിച്ച് പഞ്ചായത്ത് സെക്രട്ടറിനെ കയ്യേറ്റം ചെയ്യാനുള്ള എല്ലാം നിലനിൽക്കുന്ന എല്ലാ നിയമവ്യവസ്ഥയ്ക്കും എതിരായിട്ട് നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് വളരെ ആക്രോശിച്ചുകൊണ്ട് സെക്രട്ടറിനെ അടക്കം കയ്യേറ്റം ചെയ്തുകൊണ്ടുള്ള ദൗർഭാഗ്യകരമായ നടപടിയാണ് നമുക്കന്ന് നേരിടേണ്ടി വന്നത്. എന്തുകൊണ്ടാണ് ഇത്തരമൊരു പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷിക്കാൻ പോയത് എന്ന് ചോദിച്ചാൽ അവിടെ ആരോഗ്യത്തിൻ്റെ അടിയന്തരമായ റിപ്പോർട്ടുണ്ടെങ്കിൽ ഈ പന്നിഫാമിൽ നിന്നുള്ള മലിനജലം മഴക്കാലത്ത് തോട്ടിലോടുകൊണ്ടും ജലസ്രോതസ്സുകളോടും പടരുമെന്നും ഗുരുതരമായ ആരോഗ്യ പ്രശ്നം ഉണ്ടാകുമെന്നും ഒരു ഭാഗത്ത് റിപ്പോർട്ടുണ്ടാകുന്നു. അതുകൂടാതെ തന്നെ കളക്ടർ ഭാഗത്തുനിന്ന് അടച്ചുവിട്ടാനുള്ള നടപടിയെടുക്കണമെന്ന് ആവശ്യം ഉയർന്നിരുന്നു. ആ പ്രദേശത്തെ ജനങ്ങൾ വളരെ അസ്വസ്ഥ അന്തരീക്ഷ മലിനീകരണം ഉൾപ്പെടെ കുടിവെള്ള സ്രോതസ് ഉൾപ്പെടെ മലിനമാവുന്ന ഒരു സാഹചര്യം വളരെ ബുദ്ധിമുട്ടിൽ കൊച്ചുകുട്ടികളടക്കം ഇവിടെ പരാതി തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വിഷയം ഒന്ന് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനും വേണ്ട മാർഗ്ഗങ്ങൾ മാറ്റുവാനും, അതായത് ബയോഗ്യാസ് പ്ലാന്റ് ഉൾപ്പെടെയുള്ള പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് അടക്കം നടത്തിക്കൊണ്ട് പഞ്ചായത്തിൽ നിന്ന് ലൈസൻസ് നേടിയിട്ട് നിങ്ങൾ ഈ ഫാം നടത്തണം എന്ന് ആവശ്യപ്പെടാൻ വേണ്ടിയാണ് പഞ്ചായത്തിൻ്റെ സബ് കമ്മിറ്റി ആ പ്രദേശം സന്ദർശിച്ച് അദ്ദേഹത്തോട് ആവശ്യപ്പെടാൻ പോയത്. പക്ഷേ വളരെ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, അദ്ദേഹം ഇത്തരം സംഘത്തിന് നേരെ, ഈ സബ് കമ്മിറ്റി നേരെ, പ്രത്യേകിച്ച് പഞ്ചായത്ത് സെക്രട്ടറിയുടെ നേരെ ആക്രോശിച്ചുകൊണ്ട് അദ്ദേഹത്തെ ആക്രമിക്കാൻ ഉണ്ടായ ഒരു ദൗർഭാഗ്യകരമായ നടപടിയാണ് എടുത്തിട്ടുള്ളത്. ഇത്തരം ഈ നടപടിയോ പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഒരു പരാതിക്ക് മേൽ അപേക്ഷ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും ആരോഗ്യ വിഭാഗ ഉദ്യോഗസ്ഥരും HI അടക്കമുള്ള ഒരാൾ സന്ദർശിക്കുകയും ജനങ്ങളോടുള്ള ഉത്തരവാദിത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിന് ഒരുപക്ഷെ അദ്ദേഹത്തിനോടുകൂടി അനുകൂലമായിട്ടുള്ള നടപടിക്രമങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് അത്തരമൊരു സംഘം അവിടെ പോയത്. അപ്പോൾ അത് വളരെ പഞ്ചായത്ത് ഭരണസമിതിക്ക് പറയാനുള്ളത് ഇത്തരം നടപടികളൊക്കെ നിയമം കയ്യിലെടുത്തുകൊണ്ട് ഇത്തരം നടപടികൾ മുൻപോട്ട് പോയാൽ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുകയില്ല. പ്രത്യേകിച്ച് ജനങ്ങളോടുള്ള വെല്ലുവിളിയായിട്ട് ഇതിനെ കാണുകയാണ്. പകർച്ചവ്യാധി മൂലം അതുപോലെ നിരവധിയായ അസുഖങ്ങൾ. ഇവിടെ പഞ്ചായത്ത് ഭരണസമിതിക്ക് പറയാനുള്ളത്, ഈ പഞ്ചായത്തിൽ ലൈസൻസ് എടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന പന്നിഫാമുകളുണ്ട്. ഇപ്പോൾ ജോസീരിയിലൊക്കെ വളരെ നല്ല രീതിയിൽ ലൈസൻസ് എടുത്തുകൊണ്ട് പന്നിഫാം പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ബയോഗ്യാസ് പ്ലാന്റ് ഉൾപ്പെടെയുള്ള പ്ലാന്റുകൾ സ്ഥാപിച്ചുകൊണ്ട് ഇവിടെ ഭൂതാനം കോളനിയിൽ ബൈജു എന്ന് പറയുന്ന ഒരു കർഷകൻ ഇത് നല്ല രീതിയിൽ നടത്തുന്നുണ്ട്. പക്ഷെ അത്തരം നല്ല സംരംഭകരെയൊക്കെ നമ്മൾ പഞ്ചായത്ത് പ്രോത്സാഹിപ്പിക്കുന്ന നടപടിയാണ് ഉണ്ടാകുന്നത്. കാരണം ബൈജുവിന് ഒരു ഷെൽട്ടർ അടക്കമുള്ള സംവിധാനം പഞ്ചായത്ത് സഹായത്തോടുകൂടി അദ്ദേഹത്തിന് റെയിൻ ഷട്ടർ അടക്കം കൃഷിഭവൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് സഹായിച്ചുകൊണ്ട് അദ്ദേഹത്തിനൊക്കെ ഈ സംരംഭമായിട്ട് മുമ്പോട്ട് വരാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു പഞ്ചായത്ത് ഭരണസമിതിയാണ് ഇപ്പോൾ നിലവിൽ ഭരിക്കുന്നത് പഞ്ചായത്ത് ഭരണസമിതി. അപ്പം കർഷകരോട് അതേപോലെ ഇപ്പം കർഷകർ നിരവധിയായിട്ട് കൃഷിനാശമൊക്കെ മൂലം മലയോര പ്രദേശത്തു നിന്ന് മാറിപ്പോകുമ്പോൾ അവിടെയൊക്കെ മറ്റ് ടൂറിസം പോലുള്ള പദ്ധതികളൊക്കെ പല പ്രദേശത്തും വരുന്നുണ്ട്. അവർ കൂടിയുള്ള വെല്ലുവിളിയായിട്ടാണ് ഇത്തരം ഈ അനധികൃതമായിട്ടുള്ള പന്നിഫാമുകളെ പഞ്ചായത്ത് ഭരണസമിതി കാണുന്നത്. നിരവധി ജോസീരി മേഖലകളൊക്കെ നിരവധി റിസോർട്ടുകളടക്കം അവിടെയെല്ലാം വരുന്നുണ്ട്. അതുപോലെ നിരവധിയായ കർഷകർ മറ്റ് കാർഷിക മേഖലയിലൊക്കെ ഉൾപ്പെട്ടുകൊണ്ട് കവുങ്ങ് തെങ്ങൊക്കെ കൃഷിനാശം സംഭവിച്ചുകൊണ്ട് മറ്റ് കൃഷിയിലോട്ടൊക്കെ ഇറങ്ങിയിട്ട് അവിടെ വീണ്ടും കൃഷിയൊക്കെ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുമ്പോഴാണ് ഇത്തരം അന്തരീക്ഷ മലിനീകരണം ഉൾപ്പെടെ പകർച്ചവ്യാധി ഉൾപ്പെടെ അത്തരം പ്രദേശങ്ങളിൽ വീണ്ടും ഒരു ഭീഷണിയായിട്ട് ഇത്തരം ഫാമുകൾ ലൈസൻസ് ഇല്ലാതെ അനധികൃതമായി നടത്തുന്ന ഫാമുകൾ മൂലം ഉണ്ടാകുന്നത്. അപ്പോൾ അത്തരം നടപടിക്കെതിരെ, അത്തരം നിയമലംഘനങ്ങൾക്കെതിരെ പഞ്ചായത്ത് ഭരണസമിതി മുമ്പോട്ട് പോകും. അപ്പോൾ അത്തരം മുമ്പോട്ട് പോകുമ്പോൾ അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യാനും അവരെ അസഭ്യം പറയാനും അവരുടെ ജീവന് പോലും ഭീഷണിയാവുന്ന രീതിയിൽ ആരൊക്കെ അതിന് ഇടപെടാൻ ശ്രമിച്ചാലും പഞ്ചായത്ത് ഭരണസമിതി ഒറ്റക്കെട്ടായിട്ട് അതിനെ ചെറുക്കും എന്ന് മാത്രം ഉദ്യോഗസ്ഥർ പ്രശ്നങ്ങൾ ഉന്നയിച്ചത് കൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ സമയത്ത് പരിശോധന നടത്താൻ വേണ്ടി പോയിട്ടുണ്ട്. തിരുവല്ല പഞ്ചായത്തിലെല്ലാം മൊത്തത്തിൽ പന്നി ഫാമുകൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നിയമങ്ങൾ ഒരുപാട് പറയുന്നുണ്ട്. പക്ഷേ പഞ്ചായത്തിനെ സംബന്ധിച്ച് നമ്മൾ ഫാം നടത്തുന്ന കർഷകർക്ക് എതിരെയല്ല, അവർക്ക് അനുകൂലമായിട്ടുള്ള തരത്തിൽ അതിനുള്ള സമയം നൽകിക്കൊണ്ട് നിയമാനുസൃതം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തയ്യാറാകുന്നത്, ഉൾപ്പെടെയുള്ളവർ താല്പര്യപ്പെടുന്നത്. അപ്പോൾ അത് സംബന്ധിച്ച് അദ്ദേഹത്തെ അതിൻ്റെ നിജസ്ഥിതി ബോധപ്പെടുത്താനും നിയമസാധ്യതകൾ എന്തൊക്കെയാണെന്ന് ബോധ്യപ്പെടുത്താനും വേണ്ടിയിട്ടാണ് പരിശോധന നടത്തിയത്. അപ്പോൾ പരിശോധന നടത്തിയപ്പോൾ അദ്ദേഹം മറ്റൊരു തരത്തിലേക്ക് അതിനെ എടുക്കുകയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരായ സെക്രട്ടറി അക്രമിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഉണ്ടായ വിഷയം ജനങ്ങൾക്കും അവിടെയുള്ള പഞ്ചായത്ത് ഭരണാധികാരികൾക്കും ധാരാകാരമായ പ്രശ്നങ്ങളുണ്ട്.
അതൊക്കെ അവതരിപ്പിച്ച് ഇത് കൂട്ടിക്കണം എന്നുള്ള ഉദ്ദേശത്തേക്കാൾ ഉപരി വ്യവസ്ഥാപിതമായ രീതിയിൽ ഈ ഫാം നടത്താൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു രീതിക്ക് കൂടിയാണ് സബ് കമ്മിറ്റി പഞ്ചായത്ത് ഭരണസമിതിയിൽ ഉണ്ടാക്കിയത്. അത് ഉണ്ടാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ പഞ്ചായത്ത് അംഗങ്ങളും വേണ്ടപ്പെട്ടവർ അതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥരും പോയപ്പോൾ അതിനോട് ഒരു തരത്തിലും സഹകരിക്കാത്ത ഒരു ഉദ്യോഗസ്ഥരെ പഞ്ചായത്ത് സെക്രട്ടറിയുടെയൊക്കെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുക, അയാളെ കയ്യേറ്റം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ നാടിന് പോലും ഭൂഷണമില്ലാത്ത ഒരു സ്ഥിതിയാണ്. അതിനെ ഒരു തരത്തിലും വെച്ച് പൊറിപ്പിക്കാൻ പറ്റില്ല. ഈ പറഞ്ഞതുപോലെ കൃഷിക്കാർക്ക് ഒരിക്കലും പഞ്ചായത്ത് ഭരണസമിതി എതിരല്ല. ഏത് സ്ഥാപനങ്ങൾ തുറന്നിട്ടുണ്ടെങ്കിലും അവരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കണം. ഇദ്ദേഹത്തിനാണെങ്കിൽ ലൈസൻസ് കിട്ടാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ കൂടി സഹായിക്കുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടി തന്നെയാണ് സബ് കമ്മിറ്റി ഉണ്ടാക്കിയത്. ഇത് ഒരുതരം മാടമ്പിത്തരം കൊണ്ട് ഈ വ്യവസ്ഥകളൊക്കെ വെല്ലുവിളിക്കുക എന്നുള്ള രീതിയിലൊക്കെ പോകുമെങ്കിൽ അത് മറ്റു ആളുകൾക്കും ഒരു പ്രചോദനമാകും. ഒരു തരത്തിലും ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ അറിയിക്കുന്നത്. നിങ്ങളുടെ സ്റ്റൈലിനും കംഫർട്ടിനും ഇനിയൊരു പുതിയ അഡ്രസ് ആലക്കോട്. ഏറ്റവും മികച്ച ബ്രാൻഡുകളും ലേറ്റസ്റ്റ് ട്രെൻഡുകളും നിങ്ങൾക്കായി ഒരുക്കുന്നു. സ്ത്രീകൾക്കായി പ്രമുഖ ബ്രാൻഡുകളുടെ വിപുലമായ ശേഖരം. ഓരോരുത്തർക്കും അനുയോജ്യമായ സൈസുകളിലും മോഡലുകളിലുമുള്ള കംപ്ലീറ്റ് ഇന്നർ വെയർ ഏറ്റവും മികച്ച ഗുണമേന്മയോടെ ലഭ്യമാണ്. പുരുഷന്മാർക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള പ്രശസ്ത ബ്രാൻഡുകളുടെ ഇന്നർ വെയറുകൾ കംഫർട്ടിനും ഈടിനും ഞങ്ങൾ മുൻഗണന നൽകുന്നു. വിവാഹങ്ങൾക്കും മറ്റ് ആഘോഷങ്ങൾക്കും മാറ്റുകൂട്ടാൻ അതിമനോഹരമായ റെന്റൽ ജ്വല്ലേഴ്സ്. ഏറ്റവും പുതിയ ഡിസൈനുകൾ വാങ്ങാനും മിതമായ നിരക്കിൽ വാടകയ്ക്കെടുക്കാനുമുള്ള സൗകര്യം. ലേറ്റസ്റ്റ് ട്രെൻഡിലുള്ള കൊറിയൻ സ്റ്റൈൽ ഹെയർ ആക്സസറികൾ, ബ്രാൻഡഡ് ഐറ്റംസ്, മറ്റ് ഫാൻസി ഐറ്റംസ് എന്നിവയുടെ വലിയൊരു നിര തന്നെ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ഏറ്റവും മികച്ച ബ്രാൻഡുകൾ തികച്ചും ആകർഷകമായ വിലയിൽ. നോഹാസ് ഫ്ലോറ, കൊട്ടയാട് കവല, ആലക്കോട്. ബുക്കിംഗിനും കൂടുതൽ വിവരങ്ങൾക്കും ബന്ധപ്പെടുക 898921215159593737.